അസ്സലാമു അലൈക്കും. നമ്മുടെ വിഷയം സയൻസ് ആൻഡ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഓഫ് സയൻസ് എന്നുള്ളതാണ്. അപ്പം ഒരു 15 മിനിറ്റിനുള്ളിൽ അതെങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം, അതിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, സോ നമ്മൾ എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും സയൻസ് ഡീൽ ചെയ്യുന്ന ആളുകളാണ് അല്ലേ. സയൻസ് പഠിക്കുന്നവരാണ്, സയൻറ്റിഫിക് മെത്തഡോളജിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് സയൻസ് ഒരു പ്യൂർലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻറ്റൈറ്റി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പൊതുവേ അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള, ബയസുകളില്ലാത്ത, വാല്യൂസിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലും കൾച്ചറലുമായിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഇല്ലാത്തൊരു സയൻസിനെ കുറിച്ച്, വളരെ പ്യുവർ ആയിട്ടുള്ള സയൻസ്. നിങ്ങൾ സോഷ്യൽ സയൻസുകാരൊക്കെ കുറേയും കൂടിയും ബയസ്ഡ് ആണ്, സയൻസ് ഹൈലി പ്യുവർ ആണ് എന്ന് പറയുന്ന ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു കൺസെപ്ഷൻ. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഒരു വൈറ്റ് കൊക്കേഷ്യൻ മാൻ നടത്തുന്ന റിസർച്ചും ഒരു ബ്ലാക്ക് മുസ്ലിം വുമൺ നടത്തുന്ന റിസർച്ചും ബോത്ത് ആർ ഡൂയിങ് ദ സെയിം സയൻസ്, റൈറ്റ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ബേസിക്കലി ബോത്ത് ആർ ഡൂയിങ് ദ സെയിം സയൻസ്. ഐസക് ന്യൂട്ടൻ്റെ F=ma എന്നുള്ള ഇക്വേഷൻ അത് ആര് ചെയ്താലും F=ma തന്നെയല്ലേ. സോ വാട്ട്സ് ദ ഡിഫറൻസ്? എവ്രി വൺ ഈസ് ഡൂയിങ് ദ സെയിം സയൻസ്. അതൊരു ആഫ്രിക്കൻ ചെയ്താലും F=ma, ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കടന്നു പോകാം. സ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ സ്പൈറോമീറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലങ്സിൻ്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആ ടെക്നോളജിയുടെ ഉള്ളിൽ ഒരു ബേസിക് അസംഷൻ ഉണ്ട്. ആ ബേസിക് അസംഷൻ എന്താണെന്ന് വെച്ചാൽ, നോൺ വൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ ലങ്സ് വീക്കാണ്. സോ നിങ്ങളൊരു നോൺ വൈറ്റ് ആയിട്ടുള്ള ആൾ ഈ സ്പൈറോമീറ്റർ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, പണ്ട് കാലത്താണ്, അന്ന് നിങ്ങൾക്ക് അവിടെ ഒരു മെഷീനിൽ ആ ഒരു സ്പൈറോമീറ്ററിൽ ഒരു സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ച് നക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യു വിൽ ബി ചേഞ്ച്ഡ്, അല്ലെങ്കിൽ ആ സിസ്റ്റം ചേഞ്ച് ചെയ്യും. ആ സിസ്റ്റം എന്തിനു വേണ്ടി കറക്റ്റ് ചെയ്യും? ദ വീക്ക് നോൺ വൈറ്റ് ലങ്സിന് വേണ്ടി കറക്റ്റ് ചെയ്യും. സോ ബേസിക്കലി എങ്ങനെയാണ് ഈ ടെക്നോളജിക്ക് ഇങ്ങനെ ഒരു വളരെ ബയസ്ഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് പണ്ട് കാലത്ത് കിട്ടിയത് എന്നുള്ളൊരു ചിന്ത നമുക്ക് മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ മോറലി ന്യൂട്രൽ ആയിട്ടുള്ള സയൻസ് എന്ന മിത്ത് നമ്മൾ ഇന്ന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മിത്ത് നമുക്ക് ഉണ്ടെങ്കിൽ അത് പൊളിച്ച് എഴുതാൻ സമയമായിട്ടുണ്ട്. അപ്പം സയൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ സൊസൈറ്റിയിൽ നിന്നും ബിൽഡപ്പ് ചെയ്യുന്നതാണ്. ഈ സൊസൈറ്റിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. അപ്പോൾ ഈ സൊസൈറ്റിക്ക് ബയസസുകളുണ്ട്. ഓരോ സൊസൈറ്റിയും അവരുടേതായിട്ടുള്ള ബയസുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ അവരുടേതായിട്ടുള്ള ബയസുകളുള്ള സൊസൈറ്റിയിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന സയൻസിനും ടെക്നോളജിക്കും ബയസുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ടെക്നോറൈസിസം. ഇപ്പോൾ ഒരു പഠനം തെളിയിച്ചതാണ്, കൊമേഴ്ഷ്യൽ AI സിസ്റ്റംസിന് ഒരു ലൈറ്റ് സ്കിൻഡ് മെന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എറർ റേറ്റ് എന്ന് പറയുന്നത് 0.8% ആകുമ്പോൾ, അവിടെ ഒരു ഡാർക്ക് സ്കിൻഡ് വുമണിനെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള എറർ റേറ്റ് എന്ന് പറയുന്നത് 34.7% ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ഇനീക്വാലിറ്റി ഉണ്ടാവുന്നത്? അപ്പോൾ ഇത് സയൻസിൻ്റെ പ്രശ്നമാണോ, ടെക്നോളജിയുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇത് ഡീല് ചെയ്യുന്ന, ഈ ടെക്നോളജി ബിൽഡ് ചെയ്യുന്ന ആ സൊസൈറ്റിയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു തരത്തിലുള്ള ബയസാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ടെക്നോളജിക്കുള്ളിൽ ബയസ് കിടക്കുന്നത്? നമ്മൾ പറയുന്ന സയൻസ് എന്ന് പറയുന്ന സംഭവം വളരെ ന്യൂട്രൽ ആയിട്ടുള്ള, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എവിഡൻസിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. അതിപ്പോൾ ഏത് ആഫ്രിക്കൻ ചെയ്താലും, അമേരിക്കൻ ചെയ്താലും, ഇന്ത്യൻ ചെയ്താലും, മുസ്ലിം ചെയ്താലും, ഹിന്ദു ചെയ്താലും, ഇറ്റ്സ് ബേസ്ഡ് ഓൺ എവിഡൻസ്. അപ്പോൾ എവിഡൻസ് എല്ലാവർക്കും സെയിം അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്? അപ്പോൾ അതിന് സയൻറ്റിഫിക്കലി ഒന്ന് അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒന്ന്, സയൻസിൻ്റെ ഫണ്ടമെൻ്റൽ കോർ വാല്യൂ ഒന്നുണ്ട്, എന്ന് വെച്ചാൽ സയൻസ് അൺസർട്ടനിറ്റി ഉള്ളൊരു സബ്ജക്റ്റാണ്. എന്തിലും അൺസർട്ടനിറ്റി ഉണ്ട്. ഇവിടെ പലരും പല റിസർച്ച് പേപ്പറുകൾ ഇറക്കിയിട്ടുണ്ടാവും. ഈ പേപ്പറുകളിൽ നിങ്ങൾ അസംഷൻസ് എഴുതാത്ത പേപ്പറുകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ദർ വിൽ ബി സം അസംഷൻ. ഈ അസംഷൻ ഉണ്ടാകുന്നത് അൺസർട്ടനിറ്റിയിൽ നിന്നാണ്. ഇത് സേർട്ടൺ അല്ല. സയൻസ് ഒരിക്കലും സേർട്ടൺ ആവുകയുമില്ല. അവിടെ ഉണ്ടാവുന്ന അൺസർട്ടനിറ്റിയിൽ നിന്ന് ഉണ്ടാകുന്ന അസംഷൻ, ഈ അസംഷനിൽ നിന്ന് ഉണ്ടാവുന്ന എന്താണ്? അസംഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പേഴ്സണലി സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദർ വിൽ ബി പോസിബിൾ അസംഷൻസ്. ഒരുപാട് പോസിബിൾ അസംഷൻസിൽ ഒരു പോസിബിൾ അസംഷൻ അല്ലെങ്കിൽ ഒരു അസംഷനിലേക്ക് അയാൾ എത്തുന്നുണ്ടെങ്കിൽ ഹി ഹാസ് എ ചോയ്സ് അല്ലേ. ആ അസംഷൻ എടുക്കാൻ അയാൾക്ക് ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് അയാൾ എടുക്കുന്നതിൽ definitely he is influenced by values, he is influenced by ideology, he is influenced by the culture.
അപ്പം എവിടെ ഈ അസംഷനിലേക്ക് വാല്യൂസും ഐഡിയോളജീസും കൾച്ചറും കടന്നു വരുന്നു. ആ അസംഷൻ എന്തുകൊണ്ടുണ്ടായി? ദർ ഈസ് ഇൻട്രിൻസിക്കലി അൺസർട്ടനിറ്റി സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ സിസ്റ്റത്തിൽ ഇൻട്രിൻസിക്കലി ഉണ്ടാവുന്ന അൺസർട്ടനിറ്റി സോൾവ് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള അസംഷൻസ് വാല്യൂ ബേസ്ഡ് ആയിട്ട് മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളത് അതിൻ്റെ എങ്ങനെയാണ് പൊളിറ്റിക്സൽ അല്ലെങ്കിൽ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള സയൻസ് രൂപപ്പെടുന്നത് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ സയൻസ് ഒരു എന്തല്ല ഡിവോയ്ഡ് ഓഫ് വാല്യൂസ് അല്ല, മറിച്ച് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ സയൻറ്റിഫിക് മെത്തഡോളജിയുടെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് സാധനമാണ് വാട്ട് ടു ഡു റിസർച്ച്, അല്ലേ? എന്തിലാണ് റിസർച്ച് ചെയ്യേണ്ടത്? അവിടെയും ചോയ്സ് ഉണ്ട് നമുക്ക്. അത് എത്രത്തോളം ചോയ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വേറെ തന്നെ ചർച്ചയാണ്. ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തായാലും സംസാരിക്കും. പക്ഷേ എന്തിൽ റിസർച്ച് ചെയ്യണം എന്ന ചോദ്യത്തിൽ വി ഹാവ് സം സോർട്ട് ഓഫ് ഫ്രീഡം ഓർ ചോയ്സ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് റിസർച്ച് ബിറ്റ്വീൻ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് ആഫ്രിക്കൻ ട്രോപ്പിക്കൽ ഡിസീസസ്, ഒരേ സമയം നമുക്ക് ആ ഫ്രീഡം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ആഫ്രിക്കൻ ട്രോപ്പിക്കൽ ഡിസീസസിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ കുറച്ചും അതേസമയം വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ കൂടുതലും വന്നു എന്നുള്ളിടത്താണ് ഈ റിസർച്ച് ലീഡ് ചെയ്യുന്ന ആളുകളുടെ ബയസ് വളരെ വ്യക്തമാകുന്നതും ആ ലാക്ക് ഓഫ് റിസർച്ച് ഇൻ സം ഫീൽഡ് ഓവറോൾ എന്തുണ്ടാക്കുന്നു? ആ സിസ്റ്റത്തിൽ തന്നെ ബയസ് ഉണ്ടാക്കുന്നു എന്നുള്ളതുമാണ്. ഓക്കെ, സോ ഫണ്ടിങ്ങിലേക്ക് അടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മോഡേൺ സയൻസിൻ്റെ പ്രൊപ്പല്ലർ എന്ന് തന്നെ പറയാം. മോഡേൺ സയൻസ് പറഞ്ഞാൽ പണ്ടത്തെ പോലത്തെ സയൻസ് അല്ല, അല്ലേ? മോഡേൺ സയൻസ് പണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ സയൻസിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറയാറുണ്ട്. ഒരുപാട് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് ആളുകൾ സയൻസ് ചെയ്തിരുന്നത്. അന്നത്തെ കാലമൊന്നുമല്ല ഇപ്പം സയൻസ് എന്ന് പറയുന്ന ഒരു $multi-billion പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ എൻഡ്യൂവറാണ്. ഒരുപാട് പണം ഇടപാടുകൾ നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുള്ള ഒരു എൻഡ്യൂവറാണ്. അവിടെ ഫണ്ടിങ് ആവശ്യമാണ്. അപ്പോൾ ആ ഫണ്ടിങ് നമുക്കറിയാം എന്തിനൊക്കെ നമുക്ക് ഫണ്ടിങ് ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഫണ്ടിങ് ആരാണ് നൽകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഫണ്ടിങ് നൽകുന്ന ഒന്നാമത്തെ ആൾ ഗവൺമെൻറ് ആണ്. അവിടെ ഉണ്ടാകുന്ന ഇൻട്രിൻസിക് ബയസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. രണ്ടാമത് ഫണ്ടിങ് നൽകുന്ന ഏറ്റവും മേജറായിട്ടുള്ള ആളെന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. അതിൽ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ജയൻസുകൾ നമുക്ക് കാണാം, ഫിസറൊക്കെ പോലെയുള്ള ടെക് ലീഡേഴ്സ് കാണാം, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്. ഇവരൊക്കെയാണ് മേജറായിട്ടുള്ള എന്ത് ചെയ്യുന്നത്? ഫണ്ടിങ് ചെയ്യുന്നത് ആ ഫീൽഡിലുള്ള റിസർച്ചിന് വേണ്ടിയിട്ട്. പിന്നെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടർ നടത്തുന്ന ഫണ്ടിങ്ങുകളുടെ ബേസിക് ഇൻട്രിൻസിക് ബയസ് എന്തായിരിക്കും? ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് GMOയുടെ കോൺട്രവേഴ്സിയെ കുറിച്ച് ഇന്ന് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ GMOയുടെ കോൺട്രവേഴ്സി നമ്മൾ സംസാരിക്കുമ്പോൾ GMO എന്ന് പറയുന്നത് കറണ്ട് സയൻറ്റിഫിക് വേൾഡിലെ അതിൻ്റെ നോളജ് പ്രകാരം GMO ഹാസ് നത്തിങ് നെഗറ്റീവ്. സയൻസിൻ്റെ ഇന്നത്തെ മനസ്സിലാക്കുകളിൽ GMOക്ക് ഒരു നെഗറ്റീവും ഇല്ല. പക്ഷേ GMOയെ കുറിച്ച് പഠിക്കേണ്ടത്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തെ കുറിച്ച് പഠിക്കാൻ രണ്ട് മെത്തേഡാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളത്. ഒന്ന് മോളിക്കുലർ സ്റ്റഡീസാണ്, മറ്റൊന്ന് ലോങ് ടേം ഇക്കോളജിക്കൽ സ്റ്റഡീസാണ്. ഈ മോളിക്കുലർ സ്റ്റഡീസ് നോ ജീൻ ലെവൽ ടോക്സിസിറ്റി, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതേസമയം ലോങ് ടേം ഇക്കോളജിക്കൽ സ്റ്റഡീസ് കൊണ്ട് മാത്രമേ ഈ GMO കാരണം നമ്മുടെ ഡൈവേഴ്സിറ്റിക്കോ ലോങ് ടേമിനുള്ള നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്കോ എക്കോസിസ്റ്റത്തിനോ പ്രശ്നമുണ്ടാകൂ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ലോങ് ടേം ഇക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തണം. പക്ഷെ സംഭവിച്ചത് എന്താണ്? മോളിക്കുലർ സ്റ്റഡിക്ക് നല്ല ഫണ്ടിങ് വരും. കാരണം എന്താ? ആരാ ഫണ്ട് ചെയ്യുന്നത്? ലാർജ് GMO പ്രൊഡ്യൂസേഴ്സാണ് ഫണ്ട് ചെയ്യുന്നത്. അതേസമയം അതിന് ഒപ്പോസിങ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള സിസ്റ്റം അല്ലെങ്കിൽ ആ റിസർച്ചിന് വേണ്ടി ഫണ്ടിങ് ഇല്ല. ദാറ്റ് ഡസൻറ്റ് മീൻസ് ദാറ്റ് GMO ഹാസ് സം പ്രോബ്ലം, ബട്ട് ദർ ഈസ് ലാക്ക് ഓഫ് ഫണ്ട് ഫോർ ദ ഇക്കോളജിക്കൽ സ്റ്റഡീസ്. ദാറ്റ് മീൻസ് GMO സ്റ്റഡീസ് ഫാൾസ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പകരം ദേ ആർ ഇൻകംപ്ലീറ്റ്. ഈ ബയസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പോകുമ്പോൾ നമ്മൾ മോളിക്കുലർ സ്റ്റഡീസ് പറയുന്നു, then we say GMO is safe. Maybe it is safe, but we don't know what is its ecological impact because there is no enough studies happened in that field. സോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലും US ഒരു കാലത്ത്, ഇപ്പം കുറേ കൂടി മാറ്റമുണ്ട്, ഫണ്ടിങ്ങിന് വേണ്ടി കൊടുക്കുമ്പം ക്ലൈമറ്റ് ചേഞ്ച് എന്ന പദം ഗ്രാൻഡ് പ്രപ്പോസൽ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ്മാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ ഫണ്ടിങ് കട്ട് ചെയ്യും. അതേസമയം അവർ ഈ ബയോജിയോ കെമിക്കൽ സൈക്കിളിനൊക്കെ യൂസ് ചെയ്യേണ്ട ഒരവസ്ഥ അന്ന് ഫണ്ടിങ് പ്രപ്പോസലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും രസകരമാണ്. അപ്പം ഫണ്ടിങ് ആണ് ദ ഡിസൈഡർ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് സയൻസ് ന്യൂട്രലാണ്, നമ്മൾ ഐ വിൽ ചൂസ് മൈ റിസർച്ച് ടോപ്പിക് ഒക്കെ പറയുമ്പോൾ പോലും അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് ഹൈലി ഫണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും റിസർച്ച് ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അവിടെ ഫണ്ടിങ് ഡിസൈഡർ ആയിട്ട് വരും എന്നുള്ളതും ഈ ബയസ് ഉണ്ടാക്കുന്നതിൽ ഫണ്ടിങ്ങിൻ്റെ മേജർ റോള് നമ്മൾ പറയേണ്ടതുണ്ട്. അടുത്തത് ഒരു പാരഡോക്സ് ഓഫ് സയൻറ്റിഫിക് അഡ്വൈസിനെ കുറിച്ച് ഒന്ന് സ്പീഡിൽ പറഞ്ഞു വെക്കാം. സയൻസ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളിൽ നിന്ന് സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹി ഷുഡ് ബി ന്യൂട്രൽ ഫ്രം ഓൾ വാല്യൂസ്. ഹി ഷുഡ് സേ ദ 100% ന്യൂട്രൽ സയൻസ്.
പക്ഷെ അതേസമയം ഈ സയൻറ്റിസ്റ്റുകളിൽ നിന്ന് തന്നെ അവർക്ക് പോളിസിയും വേണം. അപ്പോൾ ആ പോളിസി ഉണ്ടാക്കണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ. അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഒരു സയൻറ്റിസ്റ്റ് പഠിച്ച് 100% അദ്ദേഹം ന്യൂട്രലായിട്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് എമിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഇവിടെ പല രീതിയിലുള്ള എമിഷൻസും സ്റ്റോപ്പ് ചെയ്യാനും എക്കണോമിക് ഇൻട്രസ്റ്റുകൾക്ക് ഒപ്പോസിങ് ആയിട്ടുള്ള ഐഡിയാസും ഒരു പ്യുവർ 100% ന്യൂട്രൽ സയൻറ്റിസ്റ്റ് പറയുമ്പോൾ ഡെഫിനറ്റ്ലി പോളിസി മേക്കേഴ്സിന് അത് ചെയ്യാൻ സാധിക്കില്ല. സോ പോളിസി മേക്കേഴ്സിന് ഒരുപാട് വേറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. എക്കണോമി നോക്കാനുണ്ട്, എംപ്ലോയ്മെൻറ്റ് നോക്കാനുണ്ട്, മറ്റു പല കാര്യങ്ങളും നോക്കാനുണ്ട്. ദർ കംസ് ദ പാരഡോക്സ്, വെദർ വി ഷുഡ് ഡു ന്യൂട്രൽ സയൻസ് ഓർ വെദർ വി ഷുഡ് ഗോ ഇൻ ടു പ്രാക്ടിക്കൽ സയൻസ്. അപ്പോൾ അവിടെ പ്രാക്ടിക്കൽ സയൻസ് ആണ് പോളിസി ഉണ്ടാക്കുന്നതെങ്കിൽ ആ പ്രാക്ടിക്കൽ സയൻസിൽ വാല്യൂ ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. നമ്മുടെ എന്താണോ സൊസൈറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്, എന്താണോ സൊസൈറ്റി ഉൾക്കൊണ്ടിട്ടുള്ള ഐഡിയോളജി എന്ന് പറയുന്നത്, അത് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. സോ അവസാനത്തെ 2 സ്ലൈഡിലേക്ക് എത്താണ് ദ നീഡ് ഫോർ ഡൈവേഴ്സിറ്റി. ഇപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മേജറായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഡൈവേഴ്സിറ്റി എന്തിനാണ് അല്ലേ? ഒരു ഫീൽഡിൽ ആണുങ്ങൾ ഉണ്ടാവുന്നതിൽ പെണ്ണുങ്ങൾ ഉണ്ടാവുന്ന എല്ലാവരും ചെയ്യുന്ന റിസർച്ച് ഒന്നല്ലേ? ആഫ്രിക്കൻസ് ഉണ്ടാവുന്ന, അമേരിക്കൻസ് ഉണ്ടാവുന്ന എല്ലാവരും ചെയ്യുന്ന റിസർച്ച് ഒന്നല്ലേ? അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ വി ഡിഡ്ന്റ് നോ ദാറ്റ് ഈ ഫീമെയിൽ ബേർഡ്സിന് കോഡ്ഷിപ്പ് സോങ്സ് ഉണ്ട് എന്നുള്ള കാര്യം 10 വർഷം മുമ്പ് വരെ അറിയില്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ബിഗ്, എന്താ പറയുക, വലിയൊരു പ്രോബ്ലം അല്ല സോൾവ് ചെയ്യാൻ. പക്ഷെ അത് കണ്ടെത്താത്തതിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ men were doing the research and they were more interested in the biosamples which were male. ആ ബയസ് സോൾവ് ചെയ്തത് ഒരു ഫീമെയിൽ സയൻറ്റിസ്റ്റ് റിസർച്ച് ചെയ്തപ്പോഴാണ്. അത് മാത്രമല്ല, ഫീമെയിൽ ബേർഡ്സിനെ കുറിച്ചുള്ള റിസർച്ച് നോക്കുമ്പോൾ അതിൽ മെജോറിറ്റിയും ചെയ്യുന്നത് ഫീമെയിൽസ് ആണ്. സോ ബേസിക്കലി ഡൈവേഴ്സിറ്റി ആഡ്സ് എ പെർസ്പെക്റ്റീവ്, എ ന്യൂ പെർസ്പെക്റ്റീവ് ടു ദ സയൻസ്. അതെന്തുകൊണ്ട് ആഡ് ചെയ്യുന്നത്? ബിക്കോസ് the new person has some ideology, some value to give to the society or to give to the science. So basically science has values. ആ വാല്യൂസ് ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ആംഗിൾസിൽ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ സയൻസിനെ അഡ്രസ്സ് ചെയ്യും. ദാറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ്. സോ ദ ലാസ്റ്റ് സ്ലൈഡ്, ദാറ്റ് ഈസ് ദ നീഡ് ഫോർ റെപ്രസെൻറ്റേഷൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സയൻസ് ഇസ് നോട്ട് ന്യൂട്രൽ. സയൻസ് ഹാസ് സം ഇൻഫ്ലുവൻസ്, ലൈക്ക് സൊസൈറ്റി ഹാസ് സം ഇൻഫ്ലുവൻസ്, അതുപോലെ വാല്യൂസ് ഹാസ് സം ഇൻഫ്ലുവൻസ്, ബിലീഫ്സ് ഹാസ് സം ഇൻഫ്ലുവൻസ്, കൾച്ചർ, ബാക്ക്ഗ്രൗണ്ട്, ഐഡിയോളജി, എവറിത്തിങ് ഹാസ് സം ഇൻഫ്ലുവൻസ്, റൈറ്റ്? സോ ഇതെല്ലാം സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻസിനെ ഓർ ടെക്നോളജിക്കൽ കോൺട്രിബ്യൂഷൻസിനെ ഇൻ വൺ വേ ഓർ അനദർ വേ ഷേപ്സ്. സോ ദ തിങ് ഈസ് ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഈസ് the need for representation. If we want the value that we are representing, if we want the value that we as a society, we as a Muslim world, if നമുക്കത് വേണമെങ്കിൽ സയൻസും ടെക്നോളജിയും ഫീൽഡിൽ ആ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യപ്പെടണമെങ്കിൽ we should not do the blame game. നമ്മൾ പുറത്തിരുന്നുകൊണ്ട് ഈ സയൻസും റിസർച്ചും എല്ലാം യൂറോസെൻട്രിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. വി ഷുഡ് റെപ്രസെൻറ്റ്, വി ഷുഡ് കം ദർ ആൻഡ് വി ഷുഡ് റെപ്രസെൻറ്റ് ആൻഡ് വി ഷുഡ് ഡു ദ സയൻസ്. കം ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് ഡു ദ സയൻസ്. നിങ്ങൾ സയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടെക്നോളജിക്ക് അഡ്വാൻസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ചേഞ്ച്. ബിക്കോസ് നിങ്ങളുടെ വാല്യൂസ് നിങ്ങളുടെ സയൻസിൽ ഉണ്ടാവും. നിങ്ങൾ വാട്ട് എവർ യു സേ ഇറ്റ്സ് ന്യൂട്രൽ ഓർ വാട്ട് എവർ, നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ ഐഡിയോളജീസ്, ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ യുവർ റിസർച്ച്, ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദ ടെക്നോളജി ദാറ്റ് യു ബിൽഡ്. സോ the thing is that our representation can instill our values in science. So thank you.